സൈബർ തട്ടിപ്പിന് ഇരയായി പോയാൽ പെട്ടുപോയി, ഇനി എന്ത് ചെയ്യും? ആ ചോദ്യം കുറച്ചു പേരെങ്കിലും നിങ്ങളോടൊക്കെ ചോദിച്ചിട്ടുണ്ടാകില്ലേ? അവരുടെ പണം തിരിച്ചു കിട്ടുമോ? കോടികൾ നഷ്ടപ്പെട്ട ചില കേസുകളിൽ പോലീസ് പണം തിരികെ പിടിച്ചെടുത്ത സംഭവങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ചെറിയ തുക നഷ്ടമാകുന്ന സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? 2 മാസം മുൻപ് പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനെ മറയാക്കി, PM ഹെൽത്ത് കാർഡില്ലേ, അതിനെ മറയാക്കി വാട്സാപ്പ് വഴി സൈബർ തട്ടിപ്പിനിരയായ കോഴിക്കോട് മിഠായി തെരുവിലെ ചുമട്ടുതൊഴിലാളി നാസർ പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയത് നിരവധി തവണയാണ്. ചുമട്ടുതൊഴിലെടുത്ത് ആ പാവം സമ്പാദിച്ച 30,000 രൂപയാണ് സൈബർ തട്ടിപ്പുകാർ കൈക്കലാക്കിയത്. സിനോജ് തോമസ് നമുക്കൊപ്പം എത്തുന്നു കോഴിക്കോട്ട് നിന്ന്. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. പണമുള്ളവന് കുറച്ച് പണം പോയാൽ പോകട്ടെ എന്ന് വെക്കും, നാണക്കേടല്ലേ എന്ന് കരുതി വെറുതെ കളയും. പക്ഷേ പണമില്ലാത്തവൻ മിച്ചം പിടിച്ച് ചിട്ടി പിടിച്ച് ഒക്കെ ഉണ്ടാക്കി വെച്ച പണം ഈ തട്ടിപ്പുകാർ കൊണ്ടുപോയി കഴിയുമ്പോൾ അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടാൻ ഏത് വഴിയും അവർ മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ കാണുന്ന കേസ് എന്താണ്? ആ കേസ് സ്റ്റഡിയിൽ നിന്ന് എന്താണ് നമുക്ക് പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാനുള്ളത്? സിനോജ്. സുജയ പർവ്വതി, ഗുഡ് ഈവനിങ്. ഇദ്ദേഹമാണ് നാസർ ക. പല തട്ടിപ്പിന് ഇരയാകുന്ന ആളുകളും ഇതേപോലെ പുറത്ത് വന്ന് പറയാൻ മടിക്കും, കാരണം നാണക്കേടാണ് പ്രധാന പ്രശ്നം. പക്ഷേ ഇദ്ദേഹം 28 തവണയാണ് ഈ 2 മാസത്തിനിടയിൽ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയത്. അദ്ദേഹത്തിന് ചെരുപ്പ് തേഞ്ഞതല്ലാതെ പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം അധ്വാനിച്ച് നേടിയെടുത്ത പണമാണ് നഷ്ടപ്പെട്ടത്. ഈ വാർത്ത നമ്മൾ തന്നെയാണെന്ന് 2 മാസം മുൻപ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് പ്രധാനമന്ത്രി ഹെൽത്ത് കാർഡിനുള്ള അപേക്ഷ എന്ന രീതിയിൽ പരിചയമുള്ള ഒരാളുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് മെസ്സേജ് വരുന്നു. ആ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മൊബൈലിലുള്ള എല്ലാ വിവരങ്ങളും ഹാക്കർമാർ കൊണ്ടുപോകുന്നു, അക്കൗണ്ടിലെ പണം കൊണ്ടുപോകുന്നു. ഇദ്ദേഹം ഒരു ഉദാഹരണം മാത്രമാണ്. കോഴിക്കോട് ജില്ലയിൽ നിരവധി തട്ടിപ്പുകൾ ആ രീതിയിൽ നടന്നിരുന്നു. അതിൻ്റെ ഒരു ഇര മാത്രമാണ്. ഇദ്ദേഹമാണ് ധൈര്യപൂർവ്വം മുന്നോട്ട് വന്ന് സംസാരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹം പറയും, കാരണം എല്ലാവരും കേൾക്കേണ്ടതാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. തട്ടിപ്പിന് എങ്ങനെ ഇരയായി, ആ ഇരയായ ശേഷം ഇദ്ദേഹം നേരിടുന്ന വെല്ലുവിളി എന്താണ്, ആ പണം കിട്ടുമോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത് ആപ്ലിക്കേഷൻ തൊട്ട ശേഷം? ആപ്ലിക്കേഷൻ തൊട്ടതിന് ശേഷം എൻ്റെ പേര് ചോദിച്ച്, പേരിൽ പിന്നെ നമ്പർ ചോദിച്ചു. പേര് അടിച്ചതിന് ശേഷം നമ്പർ ഞാൻ അടിച്ചില്ല. അപ്പോൾ ഞാൻ ബാക്കെന്ന് പോയി. ബാക്ക് ചെയ്ത് പോയതിന് ശേഷം പിന്നെ സാധാ ഒരു കോൺടാക്ട് നമ്പറിൽ നിന്നും ഒരു മെസ്സേജ് വരാൻ തുടങ്ങി. അതായത് ടെക്സ്റ്റ് മെസ്സേജ്, ബാങ്കിൻ്റെ ബാലൻസ് അറിയിച്ചുകൊണ്ട്. ഒരു 1,000-2,000 ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ബാങ്കിൻ്റെ ബാലൻസ് അറിയിച്ചുകൊണ്ട് മെസ്സേജ് വരാൻ തുടങ്ങി. അതൊരു പന്തികേടല്ലാന്ന് തോന്നിയപ്പോൾ പൈസ നഷ്ടപ്പെടുന്ന 3 മണിക്കൂർ മുന്നേ കോഴിക്കോട് സൈബർ സെല്ലിൽ പോയി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ എൻ്റെ പൈസ നഷ്ടപ്പെട്ടു എന്ന് വെച്ച്. പൈസ നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ഫോണ് അവരെ കമ്പ്യൂട്ടറിൽ ഇട്ടപ്പോൾ ഇത്തരത്തിലുള്ള ആപ്പ് ഇൻസ്റ്റാൾ ആയതാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്ത് തന്നു. പിന്നെ ആപ്പ് സൈബർ സെല്ല് ബ്ലോക്ക് ചെയ്തു. ആ ആപ്പ് സൈബർ സെല്ല് ബ്ലോക്ക് ചെയ്ത്. അത് മാത്രമല്ല, അവർ പറഞ്ഞു ഇനി മെസ്സേജ് വരില്ല എന്ന് പറഞ്ഞു. പക്ഷെ നേരെ ഞാൻ ബാങ്കിൽ പോയിട്ട് മാനേജറെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം മാനേജറെ മുന്നിൽ നിന്ന് ഒരു 40 രൂപ വേറൊരു അക്കൗണ്ടിലേക്കും 50 രൂപ വേറൊരു അക്കൗണ്ടിലേക്കും ഞാൻ ഫോർവേഡ് ചെയ്തപ്പോൾ സാധാ ബാങ്കിൻ്റെ മെസ്സേജ് അല്ലാതെ വേറൊരു മെസ്സേജും വന്നിട്ടില്ല. അപ്പോൾ ഒരു സക്സസ്ഫുൾ ആണെന്നുള്ളതിൽ ഞാൻ വീട്ടിലേക്ക് മടങ്ങി. അതുവരെ പണമൊന്നും കയ്യിൽ നിന്ന് പോയിട്ടില്ല. തിരിച്ച് വീട്ടിലെത്തി ഒരു വൈകിട്ടാണ് ഞാൻ പിന്നെ ഒരു ഫോൺ നോക്കുന്നത്. ഒരു 7-10 അപ്പോഴേക്കും ക്യാഷ് മൊത്തത്തിൽ പോയി. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് 5,000 രൂപ തോതിൽ 6ഉം 2,990 രൂപേൻ്റെ ഒരു ട്രാൻസാക്ഷനും പോയി. ഈ ട്രാൻസാക്ഷന് വന്ന ഒരു 20 മിനിറ്റ് ലേറ്റായിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. പൈസ അക്കൗണ്ടിൽ നിന്ന് പോയി 20 മിനിറ്റ് കഴിഞ്ഞാണ് മെസ്സേജ് വരുന്നത്. അതാണ് ഏറ്റവും വലിയ പാളിച്ചകൾ. കാരണം വെച്ചാൽ മെസ്സേജ് ടക്കെന്ന് പറഞ്ഞ് വരണം. അപ്പോഴാണ് നമുക്ക് മറ്റു കാര്യങ്ങളായിട്ട് വന്ന് മെസ്സേജ് വരാം. അതിനുശേഷം നാസർക്ക് എന്താ ചെയ്തത്? നേരെ 19:30 വിളിച്ചു. സൈബർ സെല്ല് പറയുന്ന നമ്പറാണ് 19:30. പണം നഷ്ടപ്പെട്ടാൽ ഉടനെ ആ നമ്പറിൽ വിളിക്കണം. ആദ്യ മണിക്കൂറുകളിലാണെങ്കിൽ ആ പണം തിരികെ പിടിക്കാമെന്നാണ് പോലീസ് പറയുന്നത്. ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഇന്നുൾപ്പെടെ പോലീസ് ആ കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്ത് സംഭവിച്ചു? 19:30 വിളിച്ചിട്ട് 19 വെച്ച് ഒരു രജിസ്റ്റർ ചെയ്ത് ഒരു കാര്യങ്ങൾ പറഞ്ഞ് പിറ്റേന്ന് രാവിലെ സൈബർ പോർട്ടിലേക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ എടുത്തിട്ട് ID ഒക്കെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഏകദേശം 1 മണിക്കൂർ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കറക്റ്റ്. അതുപോലെ തന്നെ PNBൻ്റെ രജിസ്റ്റർ നമ്പറിലേക്കും വിളിച്ചു പറഞ്ഞ് രാത്രി തന്നെ നല്ലോണം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടു. പിന്നീട് ബാങ്കിൽ പോയിട്ട് പരാതിപ്പെട്ട്, സൈബർ പോർട്ടിൽ പോയിട്ട് പരാതിപ്പെട്ടു. പോലീസും ബാങ്കും എന്താ പറഞ്ഞത്? ബാങ്ക് പറയുക വെച്ചാൽ ഗൂഗിൾ പേ വഴി പോയതാണെന്ന്. പക്ഷേ എൻ്റെ ട്രാൻസാക്ഷൻ ഗൂഗിൾ പേ വഴി പോയിട്ടില്ല. അതായത് അവരെ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇത് പോയത്. അതിൽ പേരും അഡ്രസ്സും കോൺടാക്ട് നമ്പറും ഒക്കെ ഉണ്ട്. ആദ്യ മണിക്കൂറിൽ പരാതി കൊടുത്താൽ ഈ അക്കൗണ്ടിൽ പണം ഫ്രീസ് ചെയ്യാന്നാണല്ലോ പോലീസ് പറഞ്ഞത്, പിടിച്ചു വെക്കാന്നാണ്. എന്തുകൊണ്ട് പിടിച്ചു വെച്ചില്ല പോലീസ്? അതെന്താ പറയുന്നത് മറുപടി? അതിന് പോലീസ് വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ ഞാൻ രജിസ്റ്റർ ചെയ്യേണ്ട എൻ്റെ എല്ലാ കടമകളും നിർവഹിക്കപ്പെട്ടതെന്ന് മാത്രമല്ല, പണം എനിക്ക് കിട്ടിയില്ല എന്ന് മാത്രമല്ല, കൂടാതെ ഞാൻ 28 തവണ സ്റ്റേഷനിൽ കയറി നിരങ്ങി എന്നെന്ന് പറയാം. കാരണം വെച്ചാൽ ഞാൻ വെറുത്ത് ഇത്ര ഒരു പണം നഷ്ടപ്പെട്ടിട്ട് ഞാൻ എവിടക്കം പരാതി കൊടുത്തു. ലാസ്റ്റ് ഇപ്പോൾ 4 ദിവസം മുമ്പേ ബഹുമാനപ്പെട്ട മന്ത്രിനെ കാണാൻ വേണ്ടി ഞാൻ പോയിരുന്നു. പക്ഷേ കാണാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. ഒരു FIR പോലും ഇവിടുത്തെ നല്ലോണം സ്റ്റേഷനിൽ ഇടുന്നില്ല. മാറി വന്ന CAനെ കണ്ട് 2 CAമാരെ കണ്ട് സംസാരിച്ച് 2 പ്രാവശ്യം ഞാൻ അരീക്കാട് സ്റ്റേഷനിൽ പരാതിപ്പെട്ട് അവിടെ ബാങ്കിൽ നിന്ന് ബാങ്കിലേക്ക് ഒരു മെയിൽ അയച്ചിരിക്കുന്നതല്ലാതെ വേറൊരു റിപ്പോർട്ട് എനിക്ക് കിട്ടില്ല. ഒക്ടോബർ 18 ബാങ്കിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട്.
3 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഞാൻ പോയി ചോദിച്ചപ്പോൾ മറുപടി കിട്ടിയിട്ടില്ല. നമ്മൾ ഈ പരാതി കൊടുത്ത സമയത്ത് അക്കൗണ്ടിൽ പൈസ പോയിട്ടുണ്ടല്ലോ, നാസർഖാന്റെ അക്കൗണ്ടിൽ മറ്റൊരു അക്കൗണ്ടിലേക്കാണല്ലോ പൈസ പോയിരിക്കുന്നത്. ആ അക്കൗണ്ട് ഏതാണെന്ന് ബാങ്കർ കണ്ടുപിടിച്ചില്ലേ? അത് പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഡൽഹി പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ് പോയത്. ആ അക്കൗണ്ടിലെ 25-ാം തീയതി പോലും അതിൽ പൈസ ഉള്ളതായിട്ടാണ് എനിക്ക് അറിവ് കിട്ടിയത്. കാരണം വെച്ചാൽ സൈബർ പോർട്ടിൽ നിന്ന് ബാങ്കിലേക്ക് വിളിച്ചപ്പം അതിൽ പൈസ ഉള്ളതായിട്ടാണ് അറിഞ്ഞത്. പക്ഷേ ഉദ്യോഗസ്ഥൻ പറയുന്നത് വെച്ചാൽ മാനാർക്ക് പരാതി പറഞ്ഞാൽ എന്നാലേ ബ്ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഞാൻ പരാതിയൊക്കെ പോയി വരുമ്പോഴത്തേനും അത് അക്കൗണ്ടിൽ നിന്ന് കൈമാറിയെന്നാണ് പറഞ്ഞത്. അത് എത്ര അക്കൗണ്ടിലേക്കാണ് പണം പോയെന്നാണ് പറയുന്നത്? അത് 11 അക്കൗണ്ടിലേക്ക് കൈമാറിയതിൻ്റെ ശേഷം 2 അക്കൗണ്ടിൽ നിന്ന് 25,000 10,000 പിൻവലിച്ചു. ATM വഴി പിൻവലിച്ചു. 2 ലാസ്റ്റ് 25 10 ATM വഴി പിൻവലിച്ചു. ഇദ്ദേഹത്തിന്റെ 33,000 രൂപയോളമാണ് പോയത്. അത് 11 തവണ അക്കൗണ്ടുകൾ മറിഞ്ഞിട്ടാണ് ATM വഴി പിൻവലിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പരാതി പറയുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് തട്ടിയെടുത്താളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടായിരുന്നു. പക്ഷേ അത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി പോലീസ് സംവിധാനത്തിന് സാധിച്ചില്ല. ഇദ്ദേഹത്തിന് മുൻപിൽ വെച്ചാണ് പോലീസുകാർ, സൈബർ പോലീസ് ബാങ്ക് മാനേജറെ വിളിക്കുന്നത്. ആ സമയത്ത് ബാങ്ക് മാനേജർ പറയുന്നത് പോലീസുകാർ നേരിട്ട് വന്ന് ബാങ്കിൽ വന്ന് പറയുകയാണെങ്കിൽ ഫ്രീസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയല്ലേ? പക്ഷേ ഫ്രീസ് ചെയ്തിട്ടില്ല അല്ലേ? ഫ്രീസ് ചെയ്തിട്ടില്ല. പരാതി മാനാർക്ക് കിട്ടണമെന്ന് പറഞ്ഞു. മാനാർക്ക് ഞാൻ പരാതി എഴുതി വരുമ്പോഴത്തേനൊക്കെ സമയം ഇതായി. നമുക്ക് കറക്റ്റ് പരാതിയും കാര്യങ്ങളൊക്കെ എഴുതണമല്ലോ. ഒരു 2 പ്രാവശ്യം ഇവിടെ പരാതി കൊടുത്തിട്ടും പിന്നെ അതിനെപ്പറ്റി ഒരു നടപടിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. വേണ്ട പരിഗണന ഈ പരാതി കിട്ടുന്നില്ല എന്നാണോ? എനിക്ക് തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിന് ഞാൻ ഓടല്ലാതെ എനിക്കൊരു പരിഗണന കിട്ടില്ല. എൻ്റെ കാര്യം, എൻ്റെ അന്വേഷണം എവിടെ എത്തിയെന്ന് ഞാൻ വിവരാവകാശം ചോദിക്കേണ്ട ഒരു ഗതികേടിലേക്ക് എനിക്ക് വന്നു. അങ്ങനെ ഒരു വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അപേക്ഷ കൊടുത്തിട്ട് നല്ലോണം സ്പെഷ്യല് എൻ്റെ അന്വേഷണം എവിടെ എത്തി, ആരാണ് അന്വേഷിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിവരാവകാശം കൊടുത്തിട്ടുണ്ട്. സുജയ പർവ്വതെ കേട്ടല്ലോ, ഇദ്ദേഹമാണ് പരാതിക്കാരൻ. ആ പരാതിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ ഇദ്ദേഹം തന്നെ ഒരു വിവരാവകാശ അപേക്ഷ കൊടുക്കേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. തീർച്ചയായും സിനോജ്, കേസ് സ്റ്റഡി അത് എല്ലാവരും കണ്ടിരിക്കേണ്ടതാണ്. പണം കൊടുത്ത് പണി കിട്ടിയ ഒരു മനുഷ്യൻ ആ പണം കിട്ടാനായി കയറി ഇറങ്ങി നടന്നിട്ടും അതിന്റെ ഫോളോ അപ്പ് എന്തായി എന്നറിയാൻ RTI റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി പരാതി കൊടുത്ത് കാത്തിരിക്കേണ്ട, വിവരമെടുക്കേണ്ട അവസ്ഥയിലാണ്. താങ്ക് യു സിനോജ് തോമസ്.